പാട്ട് കോപ്പിറൈറ്റ് വരും. വെൽക്കം ബാക്ക് ടു സിയാമിൻ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മളെ ട്രാവൽ വ്ളോഗാണ്. വി ആർ ട്രാവലിംഗ് ഫ്രം അബുദാബി ടു രാജസ്ഥാൻ. എല്ലാരും നമ്മൾ ട്രിപ്പ് തുടങ്ങുന്നുള്ളൂ, നമ്മൾ എയർപോർട്ടിലോട്ട് എത്തുന്നുള്ളൂ. നമ്മൾ എത്ര പേരുണ്ട് എല്ലാരും കൂടി? 27. എത്രയോ പേരുണ്ട് നമ്മളെല്ലാരും കൂടി, കസിൻസ് എല്ലാരും കൂടിയാണ് നമ്മൾ രാജസ്ഥാൻ ട്രിപ്പ് അടിക്കാൻ പോകുന്നത്. സോ അപ്പൊ നിങ്ങൾ കണക്കി തല്ലിവിടെ കാര്യം പറയൂ, കുറെ നേരായി. അപ്പൊ നമ്മൾ രാജസ്ഥാനിൽ പോവാണ് ഗൈസ്. അപ്പൊ നമ്മൾ അടിച്ച് പൊളിച്ച് കസിൻസ് ഫുൾ സെറ്റ് ആക്കാൻ പോണ് ഗൈസ്. വെറുതെ സെറ്റ് ആക്കാൻ പോവാണ്. ഹാർന്നി ഉറക്കത്തിലെണിച്ചാ പാവം, ഞാൻ അലറിയാണ് അവനെ എണിപ്പിച്ചെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ അബുദാബി എയർപോർട്ടിലോട്ട് എത്തുന്നുള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ സ്റ്റേ ട്യൂൺ ആയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ ജസ്റ്റ് അബുദാബി എയർപോർട്ടിലോട്ട് എത്തുന്നേ ഉള്ളൂ. ഉമ്മച്ചി ഞങ്ങളെ ഭയങ്കര പ്രാന്ത് പിടിപ്പിച്ച് വൈകി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയത്. പക്ഷേ ഞങ്ങളാണ് അവിടെ ആദ്യം എത്തിയത്, പിന്നെയാണ് ബാക്കി എല്ലാവരും എത്തിയത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ എയർപോർട്ടിനുള്ളിൽ കയറി അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങുമായിരുന്നു ഗൈസ്. യാത്ര തുടങ്ങും മുന്നേ നിനക്ക് എന്താണ് പറയാനുള്ളത്? യാത്ര തുടങ്ങും മുന്നേ നിനക്ക് എന്താണ് പറയാനുള്ളത്? ആറു കറക്റ്റ് ടൈമിങ്. ഈ മോമോൻ ദുബായ് ആണല്ലേ. സുട്ടു നിനക്ക് എന്താ പറയാല്ലേ? മൊബൈൽ കൊടുക്കാൻ എനിക്ക് ഉറങ്ങണോന്ന്. രാജസ്ഥാൻ വരെ ഉറങ്ങാനാണോ കുട്ടി പോകുന്നത്? ഞങ്ങൾ ഷൈൻ ആൻറ്റിനെയും ടിൻസിനെയും അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ അനൗൺസ്, ഷൈൻ ആൻറ്റി അല്ല അലംബൻസ് എന്ന് അനൗൺസ് ചെയ്യാമെന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെ അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലൊക്കെ വന്നിട്ട് ഇത്രയും കൾച്ചറലസ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. അലംബൻസ് വിളിച്ചാലോ? സാധനം കയ്യിലുണ്ടോ? സുട്ടു ഒരു പാട്ട് പാടിത്തരുമോ? എന്താ സുട്ടു? One eternity later. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. വെൽക്കം ടു രാജസ്ഥാൻ. എടുക്കുള്ളൂടോ അടുത്ത ഉമ്മയുടെ വലൈക്കും അസ്സലാം. വെൽക്കം ബാക്ക് ടു സിയാമിൻ. ഹലോ, എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഹംദാൻ ഫസ്റ്റ് ഫുഡ് ടു രാജസ്ഥാൻ. എന്താണ്? പറ്റില്ല ഗൈസ്. എന്താ കഴിക്കണേ? ഹംദു ആറു എന്തേലൊക്കെ പറ. അങ്ങനെ നമ്മൾ ലഗേജ് ഇതൊക്കെ കിട്ടി. എന്തേലും പറഞ്ഞോ ഗൈസ്? എന്തേലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. നല്ല ചൊല്ലും. പണ്ടൊരിക്കൽ അലയിൽ പാട്ട് പാടി ഇല്ലല്ല കാറ്റ് വാക്ക് പാലും കുപ്പിയാ. തന്നെ ഇടുക. അതുകൊണ്ട് പോവേണാ? പോയേ ആ ട്രോളി എടുത്തോണ്ട് പൊക്കോ നീ. ചെന്നോ ഗൈസ്. രാജസ്ഥാൻ ട്രിപ്പിന് മുന്നേ രണ്ട് വാക്ക് എല്ലാവരും സേഫ് ആയിട്ട് എത്തിയാൽ നിങ്ങൾ പ്രാർത്ഥിക്കാം. അവിടെ ചെന്നിട്ട് ബാക്കി ചില്ലാക്കുന്ന വീഡിയോ ഉടനെ ഉണ്ടാവുന്നതായിരിക്കും. ബാക്കി ചില്ലടി
എനിക്ക് നല്ല ഉറക്കം വരുന്നത്. പാസ്പോർട്ട് വെച്ചാൽ മതിയല്ലോ. മെഹഫൂസ്, അല്ലു എന്താണ് പറയാനുള്ളത്? പറ. ലേഡീസ് ഫസ്റ്റ് പറ, എന്താണ്? രാജസ്ഥാൻ പോവാൻ ഞങ്ങള് മഴ പെയ്യനല്ല, അത് നീ മഴ പെയ്യനാൾ നീ മയ മയ മയ. അബുദാബി എയർപോർട്ടിനുള്ളിൽ ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഗേറ്റ് അറിയാതെ ഞങ്ങൾ പഴയ ഗേറ്റ് നമ്പറിലോട്ട് തന്നെ നടന്നു. കാരണം അനൗൺസ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ വേറെ നമ്മളെ അറിയിക്കാൻ വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം എല്ലാവരും ഇത്രയും ലഗേജും തുമന്നുകൊണ്ട് ഹാൻഡ് ബാഗ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗേറ്റിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റായിരുന്നു പുതിയ ഗേറ്റ്. എന്നിട്ട് പിന്നെ തിരിച്ച് ഫുള്ള് അങ്ങോട്ട് നടന്നു. നല്ല ടയേർഡായി. എടാ നീ പായ കൊണ്ട് കുടിച്ചു കാണിക്ക്. ഓടി വരുന്ന ഇവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് വളരെയധികം മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. 15 മിനിറ്റ്സാണ് ഏറ്റവും മിനിമം നമ്മൾ ഗേറ്റിന് മുന്നിൽ ഉണ്ടാവേണ്ട ഒരു പോയിൻറ്റ്. ഇവർ ഗേറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. വേറൊരു രീതിയിലുള്ള ഇൻഫോർമേഷൻസും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളവിടെ എത്തിയപ്പോൾ ലാസ്റ്റ് കോളിൽ നിന്ന് കണ്ടപ്പോൾ എൻ്റെ ഉമ്മ ജസ്റ്റ് അവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചു, നമ്മൾ അറിഞ്ഞിരുന്നില്ല നമ്മൾ മറ്റേ ഗേറ്റിൽ പോയിന്ന്. അതിൽ ആ സ്റ്റാഫ് വളരെ റൂഡായിട്ടാണ് ബിഹേവ് ചെയ്തത്. ആദ്യം നമ്മൾ ഒരിക്കലും ഇങ്ങനൊരു എക്സ്പീരിയൻസ് വിചാരിച്ചില്ല. വളരെ മോശമായിട്ടാണ്. എനിക്ക് അറിഞ്ഞൂടെ ഇതിനൊക്കെയാണോ ഇവർക്ക് ട്രെയിനിങ് കിട്ടുന്നതെന്ന് അറിയാൻ പാടില്ല. പിന്നെ ഉള്ളിൽ ചെന്നിട്ട് എയർ ഹോസ്റ്റേഴ്സുമാരായാലും വളരെ മോശം ഒരു റൂഡായിട്ടുള്ളൊരു ബിഹേവിയർ ആയിരുന്നു അവരുടെ മൊത്തം. നമ്മൾ എയർ ഇന്ത്യയിലും ഇൻഡിഗോയിലൊക്കെ ഫ്ലൈ ചെയ്യുന്നതിലും ഒരു ഹൈ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ജയ്പൂരിലേക്കുള്ള ട്രിപ്പ് തുടങ്ങിയ സ്റ്റേ ട്യൂൺ. പിന്നെ ബാക്ക് ബാഗ് വേറെ. വെൽക്കം ടു ജയ്പൂർ. Thank you. Have a nice weather condition is here. Nothing rainy day today. Don't record. എവിടെ Kochi is way better, guys. ടെമ്പറേച്ചറാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. ഹൗ ഈസ് ദ ക്ലൈമറ്റ്? അവനെടുക്കട്ടെ, അവൻ വേറെ യൂട്യൂബർ, നമുക്കൊരു ബന്ധമല്ല അവന്. വെൽക്കം ടു രാജസ്ഥാൻ.